താമരപ്പൂ കൊണ്ടുള്ള തുലാഭാരം ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് അതിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് വലിയ വിശേഷാൽ പൂജയാണ്, അല്ലെങ്കിൽ വിശേഷാൽ വഴിപാടാണ് ഈ താമരപ്പൂവ് കൊണ്ടുള്ള തുലാഭാരം. അപ്പോൾ ഈ പൂജാ കർമ്മങ്ങളൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കുമോ പ്രധാനമന്ത്രി വിവാഹത്തിൽ പങ്കെടുക്കുക? എങ്ങനെയാണ് അത് സംബന്ധിച്ചുള്ള ഒരു ക്രമീകരണം? ആദ്യം ക്ഷേത്ര ദർശനം, അതിനുശേഷം ഈ വഴിപാടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് വിവാഹ ചടങ്ങുകൾക്ക് പങ്കെടുക്കുക. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തി, സർക്കാരിൻ്റെ പ്രതിനിധികളായി എത്തി പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. ആദ്യം ഹെലിപാഡിൽ നിന്ന് സ്വീകരിക്കും. BJP ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം ദേവസ്വം അധികൃതർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദാരുശില്പം നൽകിയാണ് ദേവസ്വം അധികൃതർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കൃഷ്ണൻ്റെ രൂപവും അതുപോലെ തന്നെ ഫോട്ടോയും ഉൾപ്പെടെയുള്ള ചിത്രവും ഉൾപ്പെടെയുള്ളവ നൽകുന്നുണ്ട്. അതെല്ലാം തന്നെ നൽകിയാണ് സ്വീകരിക്കുക. അതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന് സമ്മാനമായി സ്വർണ്ണ പാത്രം നൽകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. അതിനും SPG സംഘം അതിൻ്റെ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളെല്ലാം തന്നെ പ്രധാനമന്ത്രി കഴിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് പ്രധാനമായും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ ഒന്നാണ് ഈ തുലാഭാരം. അതിനോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ കദളി നിവേദ്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതെല്ലാം തന്നെ നടത്തിയ ശേഷമായിരിക്കും പ്രധാനമന്ത്രി ക്ഷേത്രത്തിന് പുറത്ത് ഇറങ്ങിയ ശേഷം ഈ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുക.